പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുക. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം. അപ്പോൾ ആദിയിൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു എന്നുള്ള ആ ക്ലോസ് നമ്മൾ വിട്ടിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ദൈവവചന വ്യവസ്ഥ നമ്മൾ തെറ്റിക്കുന്നു എന്ന് ഇനിയെങ്കിലും പെന്തക്കോ സമൂഹം മനസ്സിലാക്കണം. നിങ്ങളൊക്കെ വലിയ അറിവുള്ളവരാ, പ്രാപ്തന്മാരാ, അതൊക്കെ ശരിയാ. പക്ഷേ ഈ അടിയൻ പറയുന്നതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പലരുടെയും പറച്ചിൽ കേട്ട ഭയങ്കര അറിവാണെന്നാണൊക്കെ മനസ്സിൽ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഇതുപോലെ ശുദ്ധമായ പൊട്ടത്തരം വിളിച്ചു പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്ന മുഴുവൻ നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതല്ല, ദൈവവചനത്തിനൊരു വ്യവസ്ഥയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ, നിങ്ങൾക്ക് നന്മ വേണോ, നിങ്ങൾക്ക് ജോലി വേണോ, നിങ്ങൾക്ക് മറ്റു ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഒരു കാര്യം നേടിയെടുക്കണമോ, അത് കർത്താവിൽ നിന്ന് പ്രാപിക്കാം. ബിഗിനിങ്, ആദിയിൽ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം, ദൈവരാജ്യം അന്വേഷിക്കണം, ദൈവനീതി അന്വേഷിക്കണം. എന്നിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യാതെ എനിക്ക് തരണമേ 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 എന്ന് പറഞ്ഞാൽ അത് ശൈശവാവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുക. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 13-11 വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. 13-11 എനിക്ക് കാണാതെ അറിയാം, പക്ഷെ അത് ഞാൻ നിങ്ങൾക്കൂടി അറിയാൻ വേണ്ടി ഞാനത് വായിപ്പിക്കുന്നതേ ഉള്ളൂ. 13-11 ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു. ഒരു വാക്യം വായിക്കാനൊക്കെ എത്ര സമയം വേണം? ഈ പുസ്തകത്തിലെ വാക്യങ്ങൾ ഒട്ടുമുക്കാലും എനിക്ക് ബൈഹാർട്ടാ. നിങ്ങളുടെ മനസ്സിലൂടെ വീഴാനാണ് ഇത് വായിക്കാൻ പറയുന്നത്. ഞാനിത് വായിച്ച് ഇങ്ങനെ പഠിച്ച് ധ്യാനിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കർത്താവിൻ്റെ മഹാകരുണയാൽ അത് ശുശ്രൂഷിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് കൃപയാൽ ഞാൻ പറയുക. നമ്മുടെ പ്രാപ്തിയാണെന്ന് കഴിവാണെന്നൊന്നും എടുക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നാം കർത്താവിലും കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ഇച്ഛിക്കുന്നത് കർത്താവിന് പ്രസാദമുള്ളതായിരിക്കും. അല്ലാതെ 1 കോടിയുടെ വീടും 10 കോടിയുടെ ഏക്കറും ഒന്നും ആയിരിക്കത്തില്ല. ഇതിപ്പോൾ പലരും അങ്ങനെയാ പറയുന്നത്. 1 കോടി രൂപയുടെ വീട് ഞങ്ങൾ വാങ്ങിച്ചു, 1 കോടി രൂപയുടെ വീട് ഞങ്ങൾ വെച്ചു. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് അതെല്ലാം നൽകി തന്നു. കർത്താവല്ല നിനക്ക് നൽകി തന്നത്, നിനക്ക് സാത്താനാ നൽകി തന്നത്. വീടും കൂടും ഇല്ലായിരുന്ന കർത്താവിനെ പ്രസവിക്കുന്നവരാ നമ്മൾ. വഴിയമ്പലത്ത് പ്രസവിച്ചിട്ട് സ്ഥലമില്ലാകിയാൽ പറ പുൽത്തൊട്ടിയിലെടുത്ത് കിടത്തി. അതൊക്കെ പുതയ്ക്കാൻ തുണി ആരെ കൊടുത്തു? സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന പുതപ്പൊക്കെ ആരെങ്കിലും കൊണ്ടു കൊടുത്തോ? ഇവിടെ പഴഞ്ചീലുകളൊക്കെ എടുത്തിട്ട് പുതച്ചാ കർത്താവിനെ കിടത്തിയത്. ഇപ്പൊ പുൽക്കൂട് വിറ്റ് ഡിസംബർ വരാൻ പോകണല്ലോ, പുൽക്കൂട് വിറ്റ് കാശുണ്ടാക്കി കോടീശ്വരന്മാരായി പലരും. ദൈവത്തോട് കണക്ക് കൊടുത്തോ? കുഴപ്പമൊന്നുമില്ല. വീടുമില്ലേതുമില്ലൊന്നുമില്ലേ ലോകത്തിൽ നമുക്കൊന്നോർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും വളരുക നീയൻ ആത്മാവേ, ചേരുക യേശുവിൻ അരികിൽ നീ. നമ്മൾ പണിയുന്ന വീടും 12,000 സ്ക്വയർ ഫീറ്റുള്ള 11.5 കോടി രൂപയുടെ വീട് പണിത മഹാന്മാരെ എനിക്കറിയാം. ദൈവദാസനാണെന്നാണ് പറയപ്പെടുന്നത്. ദേവദാസനല്ല. ദേവദാസൻ പറങ്ങനെയുള്ള വീടൊന്നും പണിയത്തില്ലെന്നേ. ആ കാശ് എത്ര പാവങ്ങൾക്ക് കൊടുക്കുക. കല്യാണം കഴിക്കാതിരിക്കുന്ന എത്ര പെന്തക്കോസ് കുട്ടികളുണ്ട്, ജാതീയ കുട്ടികളുണ്ട്, കൊടുക്കാൻ കൂടെ. 11.5 കോടിയുടെ വീടും വെച്ചിട്ട് പിതാവാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ഭയങ്കര എന്തോ ഒരു പ്രസംഗമാണെന്ന് പറയും. പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ മരം ചാഞ്ഞു വരും. ഒരു ഗുണമില്ല പാസ്റ്ററെ.
ഒരു വിശ്വാസി സമ്പാദിക്കേണ്ട സമ്പത്തിനെ കുറിച്ച് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ കിടപ്പുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അത് നമുക്ക് പഠനമായിട്ട് തരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ വായിച്ച് നിങ്ങളെ കൂടെ കേൾപ്പിക്കാം. ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ച് ശീലമുള്ളവരാണെന്നുണ്ട്, അതുകൊണ്ട് ഇത് പറയുന്നു. 13-ാം അധ്യായത്തിൽ കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അന്നത്തെ സമ്പത്ത് കന്നുകാലി, വെള്ളി, പൊന്നൊക്കെയാ. ഇന്നിപ്പോ വീടോട് വീട് കൂട്ടി, വയലോട് വയൽ കൂട്ടി, ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടി ഇട്ടിട്ട് അതിലുണ്ടാകുന്ന പഴങ്ങളോ അതിലുണ്ടാകുന്ന വൃക്ഷഫലാദികളോ ഒന്നും തിന്നാൻ വയ്യാണ്ട് വാഴപ്പിണ്ടിയിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഭക്തന്മാരെ എനിക്കറിയാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമ്പത്തുള്ള ഭക്തന്മാർ സമ്പത്തിൽ ആശ്രയിച്ചില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന് 9 എടുത്ത് വായിച്ചേ, ഉറച്ചു വായിച്ചേ. എബ്രായ ലേഖനം 12-ാം അധ്യായം 9 വാക്യം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വാസത്താൽ അവർ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് കോടിക്കണക്കിന് സ്വർണവും പൊന്നും വെള്ളിയും ദാസീദാസന്മാരും ഒക്കെ ഉണ്ടായിരുന്ന സമ്പത്തുണ്ടായിരുന്ന അബ്രഹാം ചെയ്തത് വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശം. ഇതെന്റെ ദേശമല്ല, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ഈ പാട്ട് പാടുന്നവരൊക്കെ വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും തലമുറകൾക്ക് വേണ്ടി കോടികൾ സമ്പാദിച്ചു വെച്ച് സുവിശേഷം വിറ്റ് തിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരാണ് ഈ പാടുന്നത്. ഓർക്കുമ്പോൾ എൻ്റെ കരച്ചിലിൻ്റെ ആക്കം കൂടും. നിങ്ങൾ കേട്ട് പഠിക്കണം ഇതൊക്കെ. ബൈബിളിലെ ഏറ്റവും വലിയ സമ്പന്നനായ അബ്രഹാം വെള്ളിയും പൊന്നും ദാസന്മാരും. നമ്മുടെയൊക്കെ വീട്ടിൽ സർവൻ്റുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ സർവൻ്റൊന്നുമില്ല. തൻ്റെ വീട്ടിൽ 100 ചില്ല എത്ര സർവൻ്റുണ്ടായിരുന്നു, ഗുണ്ടകളുണ്ടായിരുന്നു. ലോത്തുമായിട്ടുള്ള വിഷയത്തിൽ യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ട് ഗുണ്ടകളെ കൊണ്ടുപോയൊക്കെ ചെയ്യിച്ച് വലിയ ചാട്ടമ്പിയായിരുന്നു വേണമെങ്കിൽ അബ്രഹാം അവരുടെ പറഞ്ഞാൽ. പക്ഷെ അവൻ്റെ പ്രമാണം അതിന് കുഴപ്പമില്ല, കണ്ണിന് കണ്ട പല്ലിലുമല്ല ആ പ്രമാണം. അതാ നമ്മളങ്ങനെയല്ല, അത്രകളെ സ്നേഹിക്കാൻ പ്രമാണമുള്ളതല്ല. അതാണ് ഇവ കോടതി കേസുമായിട്ട് നടക്കുന്നത്. സംഘടനകൾ തമ്മിൽ ഒരു സംഘടനയിലുള്ളവർ തമ്മിൽ ചേരി തിരിഞ്ഞ് കേസ് നടത്തുക. ബഹുമാനപ്പെട്ട കോടതി ഇയാൾ ഇത്രയും മുക്കി. നിങ്ങൾക്ക് വേറെ പണിയില്ല, സംഘടനയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവരം പറയും. നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അക്കരെ പോകാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിറയത്തി പോകും. എവിടെ കൂടെ നിന്നാ ഇടയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു പോയതാ, ക്ഷമിക്കണം. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നിട്ടും വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്ത ഒരു അന്യദേശത്തിൽ അബ്രഹാമിന്റെ സഹോദരൻ യൂക്കോബിനോട് കൂടാരങ്ങളിൽ പാർത്തു. 11.5 കോടി രൂപ ഒരു പ്രസിഡന്റ്, ഒരു പ്രസ്ഥാനത്തിന്റെ തലവൻ വെച്ച് അതിൽ കിടന്ന് സൂഹിക്കാനൊന്നും പറ്റുന്നില്ല. പുള്ളി മുള്ളിൽ കിടക്കുന്ന പോലെ കിടക്കുന്നത് പറഞ്ഞു കേട്ടിടത്തോളം. മനസ്സിലായില്ലേ? വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ താൻ പാർക്കുന്ന ദേശം എൻ്റെതല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. 2 പത്രോസ് 3:13. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനം സ്വർഗീയ ഭവനമാണ്, സ്വർഗദേശമാണ്. അവൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം രൂപാന്തര ശരീരമാണ്. 1000 ആണ്ട് വാഴ്ചയിൽ അവനോടുകൂടി പാർക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആത്മീക സമ്പത്താണ് നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ പാസ്റ്റർമാരത് പ്രസംഗിച്ച് അതിനെ തിരിച്ചു വെച്ച് പ്രസംഗിച്ച് അത് ഭൗതിക സമ്പത്താക്കി മാറ്റി. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടുന്നത്. 4 അക്ക ശമ്പളം മാറി 6 അക്ക വാങ്ങുന്ന അതുകൊണ്ടാ.
അത് സാത്താൻ പ്രാർത്ഥന കേട്ട് ചെയ്യുന്നത്. ദൈവമല്ലെന്ന് ഓർത്തുകൊള്ളുക. ഉണ്മാനും ഉടുപ്പാനും മതി ഉണ്ടെങ്കിൽ മതിയെന്നാണ് പൗലൂസ് എഴുതി വെച്ചത്. ദൈവസഭയുടെ അപ്പോസ്തലൻ പൗലൂസാണ്. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ അവർ പറയുന്ന ഉപദേശം നിങ്ങൾ കേൾക്കുക. ഞാൻ അതുകൊണ്ട് അവർ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളന്മാർ പറയുന്നത് ഞാൻ കേൾക്കാത്ത അതുകൊണ്ടാണ്. എനിക്കൊരു പാസ്റ്ററിന്റെ പ്രസംഗം ഒപ്പിടിക്കണ്ട. അവർ പറയുന്ന നല്ല കാര്യങ്ങളുണ്ട്, എടുത്ത് പറയും, അത് ഓക്കെ കാര്യം. കർത്താവിൽ നിന്ന് പ്രാപിച്ച് പറയാൻ നമുക്ക് ഇഷ്ടംപോലെ ദൂതുണ്ട്, വചനങ്ങളുണ്ട്, ഉപദേശമുണ്ട്. കോട്ടയത്ത് ഒരു ഇന്ത്യയിലെ ഇന്റർനാഷണൽ പാസ്റ്ററിന്റെ മോൻ വന്ന് പ്രസംഗിച്ച വഷളത്വം, പാസ്റ്റർമാർ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വഷളത്വം ചെയ്യുന്നത് വെട്ടി തുറന്നു പറഞ്ഞു. തൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ തൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന മുഴുവൻ ഈ വ്യഭിചാരവും ഈ മദ്യപാനവും ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാ അങ്ങനെ പറയാൻ കാര്യം. വചനം പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് ഇതെന്തിനാ പറയണ്ടേ? നമ്മളിപ്പോൾ ഇതാ മുന്തിരിവള്ളിയും നമ്മളെയും കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. മുന്തിരിവള്ളി കർത്താവാണെന്നും ഞാനൊരു ശാഖയാണെന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിച്ച് ജനത്തിന് കൊടുക്കാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. അത് കർത്താവ് പ്രാപിച്ച് പറഞ്ഞതല്ലേ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും ഉപേക്ഷിപ്പിനാൽ നിങ്ങൾ കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നില്ല, എൻ്റെ പിതാവ് മഹത്വപ്പെടും. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ വളരെ ഫലം കിട്ടി, 3000 എണ്ണം മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന ലോകം പറയും. അപ്പം നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ, നമ്മൾ വിശ്വാസികളല്ല. ആദ്യം ഗോ ദെൻ മേക്ക് ഡിസൈപ്പിൾ എന്ന് കർത്താവ് പറയും. നിങ്ങൾ എൻ്റെ വചനം കർത്താവ് അവരോട് പഠിപ്പിച്ചതൊക്കെ ഞാനോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൂടെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ. യഥാർത്ഥ കർത്താവിനെ ഫോളോ ചെയ്ത ശിഷ്യന്മാരാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാണ്. കർത്താവിനെ ഫോളോ ചെയ്യുന്ന പോലെ നമ്മൾ പൗലോസ് കർത്താവിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പൗലോസിനെ ഫോളോ ചെയ്യാം, അപ്പോസ്തലന്മാരെ ഫോളോ ചെയ്യാം. ഇന്നത്തെ ഒരൊറ്റ അപ്പോസ്തലനെയും ഇന്നത്തെ ഒരു പാസ്റ്റർമാരെയും ഇന്നത്തെ ഒരു മഹാന്മാരെയും ആരും ഫോളോ ചെയ്യല്ലേ. ചെയ്താൽ നിങ്ങളെ പിന്നെ നരകത്തിൽ കണ്ടാൽ മതി. എന്താ കാര്യം അങ്ങനെ പറയാൻ? ഒട്ടുമുക്കാലും ജീവിതമില്ലാതെ നശിച്ചു കിടക്കുന്നു. ഹല്ലേലൂയ. ഒരു സഭയിൽ ഒരു സഹോദരി പോയി, രക്ഷിക്കപ്പെടാത്ത സഹോദരിയാണ്. ആ കോവിഡ് സമയത്ത് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഇനി കേൾക്കുന്നവർ ഞെട്ടിത്തിരിക്കണം, അതിനുവേണ്ടി ഈ പറയുന്നത്. 5 പവൻ്റെ മാല ആ സഹോദരിയുടെ കഴുത്തിൽ കിടന്നു. പാസ്റ്ററിൻ്റെ കണ്ണതിലേക്കായി. പ്രാർത്ഥിച്ച് പാസ്റ്റർ പറഞ്ഞു, ആ മാല ഒന്ന് തന്നാൽ പണയം വെച്ച് ഒരാവശ്യമുണ്ട്. എന്താവശ്യമെന്നൊന്നും എനിക്കറിയില്ല. എനിവേ പാസ്റ്ററോടുള്ള ദൈവസ്നേഹം നിമിത്തം, അല്ല വേറൊന്നുമല്ല, നിർമ്മലമായ സ്നേഹമുള്ള സഹോദരി എടുത്തു കൊടുത്തു. എൻ്റെ ദൈവമേ, പ്രശ്നമായി. മാല എടുത്ത് കൊടുക്കാൻ പറ്റാത്ത നിലയിൽ പാസ്റ്റർ വലഞ്ഞു, പാസ്റ്റർ കിണിഞ്ഞു. അവസാനം ദൈവനാമം ചീഞ്ഞ് നാറി ദുഷിക്കാനിടയായി. വല്ലവൻ്റെയും കഴുത്തി കിടക്കണം, നമ്മൾ എന്തിനാ ആഗ്രഹിക്കണം? ഇവിടെ ചില ബിരുദന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കയ്യിൽ കാശില്ലെങ്കിൽ മാലയിട്ടോ താലിയിട്ടോ നാക്കുത്തി ഇട്ടോ കാക്കുത്തി ഇട്ടോ ചീക്കുത്തി ഇട്ടോ എന്ത് വേണേലും ഇട്ടോ. സ്വർണം ആയിരിക്കണമെന്നേ ഉള്ളൂ, വെള്ളി ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇതെവിടെ നിന്ന് കിട്ടിയവർക്ക് ഉപദേശം? പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ആരുടെയും വെള്ളിയും പൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി ഇതാഗ്രഹം? സൂപ്പർ സാത്താൻ കൊടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേ. ഇതൊന്നും ദൈവാത്മാവിലല്ല. ഇതൊക്കെ കണ്ട് മനം മടുത്ത് ഇവന്മാരുടെ ഉപദേശത്തെല്ലാം ഛർദ്ദിച്ച് കളഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച ഒരു സാധുവായ മനുഷ്യനാണ്. എനിക്ക് ഞങ്ങളെ പ്രകാരം ദൈവവചനവസ്തുപ്പെടാൻ നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടമായിട്ടുള്ള ബന്ധം നമുക്കുള്ള അത് മതി. ആള് കൂടിയ പാമ്പിയാകത്തില്ല. ആളെ കൂട്ടുന്നത് ചവപ്പെട്ടി പോലെ തോത്രാഴ്ച വലിപ്പമാക്കി കാശുണ്ടാക്കാനാണെന്ന് ഇനിയെങ്കിലും പ്രബുദ്ധരായ ദൈവമക്കൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വോത്രാഴ്ച മുറിവേറ്റവന് കൊടുക്കുക. നിങ്ങളുടെ സ്വോത്രാഴ്ച കെട്ടിക്കാൻ വകയില്ലാതെ നിൽക്കുന്ന സഹോദരന്മാർക്ക് കൊടുക്കുക. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വീട് വയ്ക്കാൻ കൊടുക്കുക. നിങ്ങളുടെ സ്വോത്രാഴ്ച കളക്ട് ചെയ്ത് എന്തിനാണ് അവരെ ഇങ്ങനെ തീറ്റിക്കുന്നത്? എന്ത് ഫലം അതുകൊണ്ട്? ഹല്ലേലൂയ. എന്ന് വെച്ച് സ്വോത്രാഴ്ചയും ദശാംശവും ഒന്നും പാസ്റ്റർമാർക്ക് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞെന്നൊന്നും നിങ്ങൾ പറയില്ലേ. അങ്ങനെയൊന്നും അല്ല. ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുക്കുക, മറ്റുള്ളവരെയും സഹായിക്കുക, എല്ലാവരും ജീവിക്കട്ടെ. മുറിവേറ്റ് കിടക്കുന്നവൻ്റെ മുറിവ് കെട്ടിക്കൊടുക്കുക. കുടുംബങ്ങളിൽ വിവാഹപ്രായമെത്തിയോ നിൽക്കുന്നവർക്ക് വിവാഹം
നടത്താനുള്ള ഭൗതിക നന്മകൾ കൊടുക്ക. മനസ്സലിഞ്ഞ് ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള നന്മകൾ കൊടുക്ക. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ നിലയിലും നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ, സൽപ്രവൃത്തിയും നീതിപ്രവൃത്തിയും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-10 വരുന്ന വാക്യങ്ങളിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ വിവേകത്തിൽ വൃദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും രക്ഷയില്ലാത്തവരും ദൈവത്തിൻ്റെ ബാക്കി വായിച്ചാട്ടെ. 3:9 മുതലുള്ള വാക്യം. ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം. നീതിഫലം, വചനമനുസരിച്ച് ജീവിക്കുന്നതാണ് നീതിഫലം. നീതി ചെയ്ത് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഫലം വിശുദ്ധീകരണമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വേണം. നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടും. സ്തോത്രം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവ് യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആ നിത്യജീവൻ എങ്ങനെ കിട്ടും? അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേ. റോമർ 6:19 പടേന്ന് വായിച്ചെടുത്ത്. എനിക്ക് വചനം വായിക്കാനൊക്കെ അധികം സമയം എടുക്കുന്നത് ഭയങ്കര സങ്കടമാണ്. ഹല്ലേലൂയ. ജഡത്തിന്റെ ബലഹീനത നിമിത്തം മാനുഷ്യത്തിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി. മുമ്പ് പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചരേന്ദ്രിയങ്ങളെ നീതിക്ക് അടിമകളാക്കി സമർപ്പിച്ച് നീതി ചെയ്യാൻ, വചനമനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ഒരു ഫലം കിട്ടും. അത് വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിന്റെ അന്തമാണ് നിത്യജീവൻ. എൻ്റെ പൊന്നെ, റോമാലേഖനം 6-ാം അധ്യായം പ്രസംഗിക്കാനൊന്നും ഈ ലോകത്ത് ആളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ട്, ചെറിയ ഗ്രൂപ്പുണ്ട്, ചെറിയ ശേഷിപ്പ്. റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കയറി ഇറങ്ങാതെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ലെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധുവാണ് ഞാൻ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ച് അതിൻ്റെ പഠനത്തിന് വേണ്ടി ആവശ്യപ്പെട്. ബൈബിൾ സ്റ്റഡി ബൈ പാസ്റ്റർ സാംബോൾ, ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 6 എന്നത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലെ യൂട്യൂബിലെ പ്രസംഗം കിട്ടും. കേട്ടുപഠിച്ചു. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ പഠനം ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംബോൾ എന്നടിച്ചാൽ അതിൽ കിട്ടും. മാറ്റി നോക്കുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ പഠനം വരെ. നിങ്ങളത് കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ കർത്താവിൽ ശ്രമിക്കുകയാണ്. ഇവിടെ പറയുന്ന ഭാഗം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിനാൽ നിങ്ങൾ കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഫലം കായ്ക്കുമ്പോഴാണ് ശിഷ്യന്മാരാകുന്നത്. അല്ലെ വല്ലവൻ്റെയൊക്കെ ശിഷ്യനായിരിക്കും. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുള്ള സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ. അപ്പൊ കർത്താവ് പിതാവിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്ന പോലെ കർത്താവിൻ്റെ പ്രമാണത്തിൽ വസിച്ചുകൊണ്ട് പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ഫലം കായ്ക്കണമെന്നാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 15-10 നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനത് തന്നെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുത്തു. ഇതിൻ്റെ ഒരു വേറെ ഭാഗം കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. അതുകൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. യെശയ്യാപ്രവചനം 5-ാം അധ്യായം എടുക്കാം. ഈ വിഷയമായിട്ട് ലിങ്ക് ചെയ്യേണ്ട, പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് 5-ാം അധ്യായത്തിൽ ഇങ്ങനെ നമുക്കൊരു പഠനം കാണുന്നു. ഞാനത് നിങ്ങൾ വായിക്കാം. ഞാൻ എൻ്റെ പ്രിയതമനെ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമനെ എൻ്റെ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിലെ കല്ലുകളെ പറക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിതു. ഒരു ചക്കുവിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടല്ലാതെ ഇനി എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാലേ കാട്ടു മുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും.
ഞാൻ അതിനെ ശൂന്യമാക്കും. അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാതെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. ഈ വേദഭാഗം എന്തിനാ ഇവിടെ വായിച്ചു? ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന 2 മുന്തിരിവള്ളിയായിട്ട് ഇവിടെ പഠിപ്പിക്കും. യഹൂദ സ്വത്രം 2 മുന്തിരിവള്ളി. സ്വത്രം സ്വത്രം. യെരുശലേമും യഹൂദയും, യഹൂദ ദേശവും യെരുസലേം ദേശവും 2 മുന്തിരിവള്ളിയായിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഈ 2 ദേശങ്ങളെ, ആ ദേശനിവാസികളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് 365 സംവത്സരം ഫറവോന്റെ അടിമത്വത്തിൽ കിടന്ന് അടികൊണ്ട് പുളഞ്ഞ ആ ദൈവമക്കളെ, ഇസ്രായേൽ ജാതിയെ, യഹൂദ ജാതിയെ, ദൈവത്തിന്റെ ജനത്തെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് നട്ടു. എന്നിട്ടോ വളമിട്ടു. ഇവിടെ എഴുതിയേക്കുന്നേക്കണം. അതിന് വേലി കെട്ടി, അതിലെ കല്ലുപറക്കി കളഞ്ഞു, അതിലെ നല്ലവക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഗോപുരം പടുന്നു, ചക്ക വിട്ടു. മുന്തിരിക്ക കായ്ക്കുമെന്ന് കാത്തിരുന്നാരെ കായ്ച്ചതോ കാട്ടുമുന്തിരിക്ക. അതവിടെ ഇരിക്കുന്നത്. യെരുശലേം നിവാസികളും, ഞാൻ പറഞ്ഞല്ലോ, യെരുശലേം നിവാസികളും യഹൂദാ പുരുഷന്മാരും. യെരുശലേം നിവാസികൾ ഒരു മുന്തിരിവള്ളിയാണ്. പിന്നെ യഹൂദാ പുരുഷന്മാരെന്ന് പറയുന്നവരും ഒരു മുന്തിരിവള്ളി. തത്വത്തിൽ അവരൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ 2ആയിട്ട് പറയുന്നു. അവരെ അവിടെ നിന്ന് കൊണ്ടുവന്നു, നട്ടു, വളമിട്ടു, പ്രവാചകന്മാരെ കൊടുത്തു, അവരോട് പ്രവചിച്ചു, ദൈവത്തിന്റെ വഴികൾ അവരെ അറിയിച്ചു. അവർ ആ പ്രമാണത്തിൽ നിലനിന്ന് ജീവിക്കാൻ ദൈവം അവരെ എന്ത് ചെയ്യുക, പ്രസ് ചെയ്തുകൊണ്ടിരുന്നു. അവരതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്തു? ഇന്നത്തെ പെന്തക്കോസുകാരെ പോലെ തന്നിഷ്ടം ചെയ്തുകൊണ്ട്, ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ടും ഉപദേശിയുടെ സകല ജാതികളെ ശിഷ്യരാക്കി കൊള്ളുവിലെന്നുള്ള അപ്പോസ്തലന്മാരുടെ പ്രമാണം അവരെ പഠിപ്പിക്കാതെ സങ്കീർത്തനവും ന്യായപ്രമാണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അതിനൊരു ന്യായീകരണവും പറയുക. നമുക്ക് പഴയ നിയമം കൂടെ വേണ്ടെന്നാര് പറഞ്ഞു? പഴയ നിയമം എന്നുള്ളത് ന്യായപ്രമാണത്തിലെ പഞ്ചഗ്രന്ഥത്തിലുള്ള ആ മോശയ്ക്ക് കൊടുത്ത പ്രമാണം. അതിലേതാ നമുക്ക് വേണ്ടേ? അത് പറഞ്ഞേ. യാഗം കഴിക്കണോ? പുരോഹിതനെ വേണോ? തൊപ്പി ഉണ്ടാക്കണോ? പറ. യാഗപീഠം പണിയണോ? ഇവിടെ അതിന്റെ സാദൃശ്യം എടുത്ത് പറഞ്ഞു കൊടുത്താൽ മതി. അത് നെല്ലാണ് പൊരുളാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് പുതിയ നിയമത്തിലെ ആത്മീയ യാഗം, സൗരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ളവരായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, ആത്മീയ യാഗം. അവിടെ 5 യാഗം എടുക്കുമ്പോൾ ഇവിടെ ഒരു ആത്മീയ യാഗം. അത് നമ്മെ തന്നെ ദൈവസന്നിധി സമ്പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും വെണ്ണീറായി ദൈവ ഇഷ്ടം ചെയ്യത്തക്ക നിലയിൽ സാംപാസ്റ്ററും ജോബ് പാസ്റ്ററും പിന്നെ ലീല സഹോദരിയും പിന്നെ ആരാ ജോബ് സഹോദരനും തോമസ് ഏട്ടനും ജൂലിയും സാലിയും സജുവും ഡേവിഡും ഇവരും ഒക്കെ എന്ത് ചെയ്യുക? മാറ്റപ്പെടും. കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ നമ്മുടെ തന്നിഷ്ടം നിർത്തണം, ദൈവ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ചവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണം, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യും. മോശ പ്രമാണം ബുദ്ധിപദേശമായി ശക്തിയോടെ പ്രസംഗിക്കണം. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ 5 പാവങ്ങളിൽ അവർ വീണ് പോയായിരിക്കും. അപ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്ക് കൊടുത്ത പ്രമാണം അവർ അനുസരിക്കാതെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞത് അവരനുസരിച്ചില്ല. പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ കല്ലേറ് കൊണ്ട് ചാവുന്നതിന് മുമ്പ് ഭക്തൻ ആ സത്യം വിളിച്ചു പറഞ്ഞു. ഞാനത് കേട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. മൂർത്ത കല്ലുകൾ വന്ന് ദേഹത്ത് പതിക്കുമ്പോൾ ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു. സ്വതന്ത്രം എന്താ വിളിച്ചു പറഞ്ഞത്? ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിചയം ഇല്ലാത്തവരെ യഹൂദന്മാരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവോട് വളർന്നു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങൾ
നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. യേശുവും പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണം ലഭിച്ചെങ്കിൽ നിങ്ങൾ പ്രമാണിച്ചിട്ടില്ല. പെന്തക്കോസ്തുകാരെ ക്രിസ്തുവിൻ്റെ പ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങൾ പ്രമാണിച്ചിട്ടില്ല. ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിത്വോപദേശവും നിങ്ങൾ പ്രമാണിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശം നിങ്ങൾ അനുസരിക്കണം. ക്രിസ്തുവിൻ്റെ രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. ഇതാ ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. പഴയ നിയമം പുതിയ നിയമം എന്നുള്ളത് ഒരു പിടിയില്ലാർക്കും. വ്യക്തമായി പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അതേ പഠിക്കണം, കുത്തിയിരുന്ന് പഠിക്കണം, സമയം കളയണം അതിനു വേണ്ടി. എബ്രായ ലേഖനങ്ങളും പ്രവൃത്തി പുസ്തകവും ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വരിക. പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യം. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ഇപ്പോൾ ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? പുതിയ നിയമ പാസ്റ്റർമാർ ദൈവത്തെ പരീക്ഷിക്കരുത്. എങ്ങനെ? നമുക്കും അവർക്കും അവരുടെ പിതാക്കന്മാർക്കും, അപ്പോസ്തലന്മാർക്കും അവരുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഇസ്രായേൽ മക്കൾക്ക് ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ന്യായപ്രമാണം പുതിയ നിയമ വിശ്വാസിയുടെ കഴുത്തിലോട്ട് കെട്ടിയിട്ട് കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ ഓർത്ത് എൻ്റെ ആത്മീക മർമ്മങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീയുടെ സന്തതി വരെ വരുന്നത് വരെ ഒരു പ്രമാണം കൊടുത്തു. ഗലാത്യ ലേഖനം പഠിപ്പിക്കുന്നത് ന്യായപ്രമാണം ശിശുപാലകനാണ് യഹൂദനെ, നമുക്കല്ല. നമുക്ക് എന്നാ പ്രമാണമുള്ളത്? പിശാചിൻ്റെ കീഴിൽ കിടന്ന് ഞെളിപിരി കൊണ്ടുകൊണ്ടിരുന്ന നമുക്ക് എന്നാ പ്രമാണം? ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ പോവാം, പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം, ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മൾ അനുസരിച്ചേ പറ്റൂ. നമുക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യും, ഒരു കുഴപ്പമില്ല. 25-30 വർഷം ഞാനിത് മനസ്സിലാക്കാതെ കിടന്നുകൊണ്ട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ശക്തിയോടെ പ്രസംഗിക്കുക. പുതിയ നിയമത്തിൽ ഒരൊറ്റ വാക്യം പോലും എൻ്റെ ഹൃദയത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് തരാൻ എൻ്റെ ദശാംശം മേടിച്ച് തിന്നുകൊണ്ട് നടന്ന പാസ്റ്റർമാർ കഴിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോൾ അവരെ ഓർത്തും ഞാൻ കരയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരൂശലേമിൽ നിന്ന് സ്തോത്രം, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി നട്ടു. അത് മുന്തിരിവള്ളിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ യേശുവും തൻ്റെ ശിഷ്യ നമ്മളും മുന്തിരിവള്ളിയും കൊമ്പുകളുമായിട്ടാണ് പഠിപ്പിക്കുന്നത്. യഹൂദ ജാതിയെയും മുന്തിരിവള്ളിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. അവർ ഫലം കായ്ക്കാത്തോട്ട് എന്ത് ചെയ്തു? യെശയ്യാവിൽ ഫലം കായ്ക്കാത്തവർ എന്ത് ചെയ്യുന്ന എഴുതിക്കുന്നത്? അയ്യോ, അതൊന്ന് വായിക്കണേ, അതൊന്ന് പഠിച്ചോണേ. അത് എന്ത് ചെയ്തു എന്ന് എഴുതിയേക്കണേ. അത് പറയാതെ പോയാൽ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക അപരാധമായിരിക്കും. അവിടെ പറയുന്നത് ആകയാൽ വരുവിൻ, ഞാനും എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളി. വേലി, സംരക്ഷണം. ഇസ്രായേൽ മക്കളുടെ സംരക്ഷണം ദൈവം എടുത്തു മാറ്റി. ജാതീയ രാജാക്കന്മാർ കൊണ്ടുപോയി കൊന്ന് കൊലവിളി നടത്തി. ജർമ്മൻകാർ അവരുടെ എന്താ പറയുക കൊഴുപ്പ് കൊണ്ട് സോപ്പുണ്ടാക്കി ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പോയി കാണാം താല്പര്യമുള്ളവർക്ക്. ഹല്ലേലൂയ. അവർ തിന്നുപോകും. 160 രാഷ്ട്രങ്ങളിൽ അവർ ചിതറിക്കപ്പെട്ടു. 160 രാഷ്ട്രങ്ങളിലും അവരെ ജനം തിന്നു. അവരുടെ രക്തം കുടിച്ചു. അവരുടെ കൊഴുപ്പ് കൊണ്ട് സോപ്പുണ്ടാക്കി. അവരെ തോക്ക് കൊണ്ട് വെടിവെച്ച് പഠിച്ചു ഒരാളെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന്. യഹൂദനെ പീഡിപ്പിച്ച പീഡ യഥാർത്ഥ ചിത്രം നമ്മൾ കണ്ടാൽ, ആ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അറ്റാക്ക് വരും. ഞാനൊരു പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകം വായന നിർത്തിക്കളഞ്ഞു. എനിക്ക് പേടിയായി, സങ്കടമായി. അതൊന്നും ഞാനിവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനതിൻ്റെ മതിലിടിച്ച് കളയും. മതിലും സംരക്ഷണത്തെ കാണിക്കും. അത് ചവിട്ടി മെതിച്ചു പോകും. ഞാനതിനെ ശൂന്യമാക്കും. യെരൂശലേം ശൂന്യമാക്കി കളയും. അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതായത് അതിൽ ആവശ്യമില്ലാത്ത മുള്ളും പറക്കാരെയൊക്കെ മുളച്ചു വരുന്ന സാധനം. ഒരു ഗുണമില്ലാത്ത അവസ്ഥയായിത്തീരുന്നതായി. മനസ്സിലായോ? അത് യെശയ്യാപ്രവചനം 5:1 മുതൽ 7 വരെയുള്ള വാക്യം നിങ്ങൾ തന്നെ വായിച്ചു പഠിച്ചു കൊള്ളുക. എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കാൻ പോവുക. വാത്സല്യ ദൈവമക്കളെ, നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ശക്തമായ പഠനപ്രകാരം
യേശു ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയുടെ ഒരു ശാഖയാണ് ഞാൻ. അത് ഇന്ന് വരെ ആരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഇന്ന് നന്നായിട്ട് മനസ്സിലാക്കി. നീ ഫലം കായ്ക്കണം. എന്ത് ഫലം? യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവം, ഗുണങ്ങൾ നിന്നിൽ നിന്ന് വെളിപ്പെടും. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, അവരുടെ ദിവ്യ സ്വഭാവം. കർത്താവ് ആദ്യം പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. അത് കഴിഞ്ഞ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ഇരുണ്ട് കിടക്കുന്ന ഈ ഭൂമിയിൽ, 5 ഭൂഖണ്ഡങ്ങളുള്ള ഈ വലിയ ഭൂമി ആത്മീകമായി ഇരുണ്ട് കിടക്കുകയാണ്. ഇവിടെ വെളിച്ചം കൊടുക്കാൻ കഴിയുന്ന ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, യഥാർത്ഥ കർത്താവിൻ്റെ ശിഷ്യന്മാർ. അത് നിങ്ങളാകണമെന്ന് എൻ്റെ ആഗ്രഹം, അത് നിങ്ങളായിരിക്കണമെന്ന് എൻ്റെ താല്പര്യം. വെളിച്ചം. പിന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. കഴിച്ചു കിടക്കുന്ന ഈ ഭൂമിക്ക് ആത്മീക രസം പകർന്നു കൊടുക്കാൻ പെന്തക്കോ സമൂഹമേ നിന്നെയും എന്നെയുമാണ് കർത്താവ് കണ്ടിരിക്കുന്നത്. നീ കഴിച്ചു കിടന്നാൽ ഈ രുചി പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടും? എന്നെ ഒന്ന് പുറത്തു കൊള്ളണം. ഞാൻ ശക്തമായും കൂടെ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ആ വേദനിപ്പിക്കൽ നിങ്ങളെ കർത്താവിലേക്ക് അടുപ്പിച്ചെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഹല്ലേലൂയ. യേശുക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് ആ മുന്തിരി വള്ളിയിൽ നിന്ന് ഊർജങ്ങൾ ഉൾക്കൊണ്ട്, അതിൻ്റെ ഫലഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിന് ഫലം കായ്ക്കേണ്ട ഒരു മുന്തിരിവള്ളിയാണ്. മറ്റുള്ളവർക്ക് ഫലം കായ്ക്കുക. ആത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സംവിധ, ഇന്ദ്രിയം, പരോപകാരം, മറ്റുള്ളവർക്ക് ഉപകരിക്കുക. അങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനോട് ഒരുങ്ങുവാൻ ഈ ദൈവവചനത്തിൻ്റെ പഠനങ്ങൾ നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം പഠിക്കുവാൻ അവിടെ നിന്ന് വലിയ കൃപയ്ക്കായി സ്തോത്രം. വലിയ ഗഹനമായൊരു പഠനമല്ലെങ്കിലും ചെറിയ തോതിൽ വചനത്തിൻ്റെ ഏടുകളിലേക്ക് ഇറങ്ങി ചിന്തിപ്പാനിടയായി. ഒരു നല്ല മുന്തിരിവള്ളി ആകുന്ന കർത്താവിനോട് ചേർന്ന് ഫലം കായ്ക്കുന്ന ഒരു കൊമ്പായി തീരുവാൻ അടിയനും കുടുംബത്തിനും വിശ്വാസികൾക്ക് എല്ലാവർക്കും, ലോകമെമ്പാടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും കർത്താവ് കൃപ കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ സംസർഗം കാവലും കൂട്ടായ്മ നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവരെ ഇന്നുവരെ നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിന്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.